ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് കോളിഫ്ലവർ കൊണ്ടൊരു കറി വെച്ചാലോ? ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ കൂട്ടായി കഴിക്കാൻ പറ്റുന്ന കേട്ടോ. എളുപ്പം തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പം ചേച്ചി വീട്ടിൽ കൃഷി ചെയ്ത 2 കോളിഫ്ലവർ ഞങ്ങൾക്ക് തന്നായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് മായമൊന്നും ചേർക്കാത്ത നമ്മുടെ ജൈവ കൃഷി രീതിയിൽ ചേച്ചി കൃഷി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നു വിട്ടതാണ്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കിയെടുത്ത് ചെറിയ പീസുകളാക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഒരുപാടങ്ങ് വേവിക്കുന്നൊന്നുമില്ല. കാരണം എന്തിനീ ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ കറി വെക്കുന്നത്. അപ്പം ഇതുപോലെ ഒന്ന് തിളച്ച് വന്നപ്പം അത് ഊറ്റി മാറ്റി വെച്ചു. അതിൻ്റെ അതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് കോൺഫ്ലവറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അല്പം മസാലയും കൂടെ ചേർത്തിട്ട് ഞാനതൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് അതിനെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാനാണെങ്കിൽ അല്പം അരിപ്പൊടിയും കൂടെ ചേർത്തെടുത്താൽ നമുക്കിത് ഫ്രൈ ആയിട്ട് തന്നെ വേണമെങ്കിലും കഴിക്കാം. ഇതിപ്പോൾ ഞാൻ കറി വെക്കാനായതുകൊണ്ട് അരിപ്പൊടി ചേർത്തിട്ടില്ല, അല്ലാതാണ് മാരിനേറ്റ് ചെയ്തത്. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തേ, ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തില്ല. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ട് ആ എണ്ണയിൽ തന്നെ ഞാൻ അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 3 ചെറിയ സവാള ആയതുകൊണ്ട് ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 3 സവാള അരിഞ്ഞതും 2 പച്ചമുളകും കൂടെ കീറി, നമ്മുടെ എരിവിനനുസരിച്ച് കേട്ടോ പച്ചമുളക്. അപ്പം പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സാധാരണ കറികൾക്കൊക്കെ വഴറ്റുമല്ലോ, അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു അരമുറി തേങ്ങ ചിരകി അതിൻ്റെ പാലോട് എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പം ആ സവാളയ്ക്കകത്തേക്ക് ഞാൻ ഒരു തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് നമുക്കതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടിയും ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും അല്പം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് ആ മസാലയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ മസാലയ്ക്ക്. കാരണം ആ പച്ചമണം തീരെ നിൽക്കാൻ പാടില്ല. പച്ചമണം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നന്നായിട്ട് ഇപ്പം നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഗ്രേവി കുറച്ച് വേണമെങ്കിലും ഗ്രേവി കൂട്ടി വേണമെങ്കിലും വെക്കാം. അപ്പം ഞാൻ അല്പം ഗ്രേവി കൂട്ടി വെച്ചിട്ടുണ്ട്, കാരണം ചപ്പാത്തിക്കായതുകൊണ്ട്. അപ്പം അതാണ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ എന്നിട്ട് അപ്പം അത് നന്നായിട്ടൊന്ന് തിളച്ച് പറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല മണമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് കടുകും കൂടെ താളിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ കറി ഇവിടെ റെഡി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ